بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കിയത്. പലിശയുടെ ഹുക്കും, മതവിധി, അതേപോലെ പലിശ നിഷിദ്ധമാണെന്നതിൻ്റെ തെളിവുകൾ, പലിശയുടെ അപകടങ്ങൾ, പലിശ വരുത്തിവെക്കുന്ന സാമ്പത്തിക, സാമൂഹിക, അതുപോലെ മറ്റു പ്രശ്നങ്ങൾ. പിന്നീട് ഏതാനും സമയം ചില വിഷയങ്ങളിലുള്ള ചർച്ചകളായിരുന്നു. പലിശയുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ ഉണർത്തുവാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യം. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ള ഏതാനും ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നീട് സഹോദരങ്ങൾക്ക് പല ചോദ്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവിൽപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രതികരിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. കറൻസികളുടെ വിഷയത്തിൽ മുജമ്മഉൽ ഫിഖ് അൽ ഇസ്ലാമി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇസ്ലാമിക് ഫിഖ് കൗൺസിൽ എടുത്ത തീരുമാനങ്ങളെ ഇവിടുത്തെ ഹൈഅത്ത് കിബാറുൽ ഉലമ അവരുടെ ബഹ്സുകളിൽ, റിസർച്ചുകളിൽ ഉൾപ്പെടുത്തി നൽകിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യമാണ്. പലിശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു അൽ ഫിഖുൽ ഇസ്ലാമിയുടെ മുജമ്മഅന്റെ തീരുമാനം അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ടതിനാണ് ഇൻഷാ അല്ലാഹ് അതിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വർണവും വെള്ളിയുമാണ് നാണയങ്ങളിൽ അടിസ്ഥാനം എന്നതിനാൽ
ഇസ്ലാമിക ശരീഅത്തിലെ ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം, സ്വർണത്തിലും വെള്ളിയിലും പലിശ വരാൻ കാരണം അവ സാധനങ്ങളുടെ വിലയാണ് എന്നതിനാലാണ്. മുത്തലഖു സമനിയ. അതുകൊണ്ട് തന്നെ സമനിയ വിലയാണ്, തുകയാണ് എന്നുള്ളത് കേവലം വെള്ളിയിലും സ്വർണത്തിലും പരിമിതമല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ. പിന്നെയോ ആളുകൾ സമനായി, വിലയായി, തുകയായി ഉപയോഗിക്കുന്ന എന്തെല്ലാമുണ്ടോ അതിലൊക്കെ സ്വർണവും വെള്ളിയിലും പലിശ വരും എന്നതുപോലെ തന്നെ പലിശ വരും അവ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ. അതുകൊണ്ട് തന്നെ ആധുനിക യുഗത്തിൽ അൽ ഉംല അൽ വറഖിയ, കറൻസികൾ, അതാണ് ഇന്നത്തെ വിലയും അതേപോലെ തന്നെ തുകയും. പണ്ട് കാലങ്ങളിൽ സ്വർണവും വെള്ളിയും ഇടപാട് നടത്തുമ്പോൾ ഏതൊരു സ്ഥാനത്താണ് നിലനിന്നിരുന്നത് അതേ സ്ഥാനത്താണ് ഇന്നത്തെ കറൻസികൾ. ഡോളറായാലും രൂപയായാലും റിയാലായാലും ഒക്കെ. വസ്തുക്കളെ കറൻസികൾ കൊണ്ടാണ് ഇന്ന് മൂല്യനിർണ്ണയം നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് ഇന്ന് കറൻസികൾ നിലകൊള്ളുന്നത്. സ്വയം അസ്തിത്വമുള്ള കറൻസികളാണ്, തുകകളാണ് ഇന്നത്തെ ആധുനിക യുഗത്തിൽ കറൻസികൾ. സ്വർണവും വെള്ളിയും പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണോ നിലകൊണ്ടിരുന്നത് അതേപോലെ. ഓരോ കറൻസികളും വ്യത്യസ്ത വർഗങ്ങളെയാണ് പരിഗണിക്കുന്നത്, വർഗങ്ങളായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ രൂപ അതിൻ്റെ സ്രോതസ് വേറെയാണ്, റിയാലിൻ്റെ സ്രോതസ് വേറെയാണ്, ഡോളറിൻ്റെ സ്രോതസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇവകളൊക്കെ വേറെ വേറെ ജിൻസുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. എന്തിനാണ് അത് മനസ്സിലാക്കുന്നത്? ഇപ്പം സ്വർണവും ഇടപാട് നടത്തുമ്പോൾ തുല്യത്തിന് തുല്യമായിരിക്കണം, കയ്യോട് കയ്യായിരിക്കണം, നൂലളവിലായിരിക്കണം, അത് രൊക്കമായിരിക്കണം. കാരണം സ്വർണവും മറ്റൊരു സ്വർണവും അത് ഒരേ വർഗമാണ്. എന്നാൽ റിയാലും ഡോളറും അല്ലെങ്കിൽ റിയാലും രൂപയും അത് രണ്ടും വിലയാണ്, തുകയാണ്, സമനാണ്. പക്ഷേ ജിൻസ് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ജിൻസ് വ്യത്യസ്തമാകുന്നത്? രണ്ടും തുകയായതുകൊണ്ടല്ല, പിന്നെയോ ഓരോ തുകയും അതിൻ്റെ പ്രഭവങ്ങൾ വ്യത്യസ്തമാണ്, വേറെ വേറെ സ്രോതസ്സുകളിൽ നിന്നാണത് വരുന്നത്. അതുകൊണ്ട് തന്നെ റിയാൽ ഒരു ജിൻസാണ്, ഡോളർ വേറൊരു ജിൻസാണ്, രൂപ വേറൊരു ജിൻസാണ്. അവ കൊണ്ട് ഇടപാട് നടത്തുമ്പോൾ, അന്യോന്യം കൈമാറ്റം ചെയ്യുമ്പോൾ അത് നൂലളവിലായിരിക്കണം, റൊക്കവുമായിരിക്കണം, തുല്യത്തിന് തുല്യവും കയ്യോട് കയ്യുമായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ. സഫറുള്ള അങ്ങനെയല്ല, അത് തെറ്റി. പിന്നെ സ്വർണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഡോളറും രൂപയും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഡോളറും പിന്നെ റിയാലും കൈമാറ്റം ചെയ്യുമ്പോൾ അത് വേറെ വേറെ വർഗ്ഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫൈദ ഇഖ്തലഫത്തിൽ അജ്നാസ് ഫബീഉ കൈഫ ശിഅ്തും. വർഗ്ഗങ്ങൾ വ്യത്യാസപ്പെട്ടാൽ നിങ്ങൾ ഉദ്ദേശിക്കും വിധം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം. എങ്ങനെയാണെങ്കിൽ? ഇദാകാന യദം ബിയദ്, റൊക്കമാണെങ്കിൽ. അപ്പോൾ ഡോളറും രൂപയും ഡോളറും റിയാലും കൈമാറ്റം ചെയ്യുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ തുല്യത്തിന് തുല്യമാവേണ്ട, തുല്യത്തിന് തുല്യമാകണ്ട. 10 റിയാലിന് 10 ഡോളർ അങ്ങനെ വേണ്ട. എന്തുകൊണ്ട്? ജിൻസ് വ്യത്യസ്തപ്പെട്ട്. നമ്മളെന്തിനാ ജിൻസ് വേറെയാണെന്ന് പറഞ്ഞാൽ, ഡോളർ ഒരു ജിൻസാണ്, രൂപ മറ്റൊരു ജിൻസാണ്, റിയാൽ മറ്റൊരു ജിൻസാണ്, വേറെ വേറെ ജിൻസാണ്. അതുകൊണ്ട് തന്നെ ജിൻസ് വ്യത്യാസപ്പെട്ടതിനാൽ നമുക്ക് ഉദ്ദേശിക്കും വിധം അതിൽ ഇടപാടാകാവുന്നതാണ്. പക്ഷേ അത് യദം ബിയദാകണം, രൊക്കമായിരിക്കണം.
അപ്പം ഈ ഒരു പരിഗണന ഈ ആധുനിക യുഗത്തിൽ കറൻസികളുടെ വിഷയത്തിൽ അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്ഥാനത്ത് നിൽക്കുന്നു, സ്വതന്ത്ര അസ്തിത്വമുള്ളവയായി. രണ്ടാമത്തേത് അവ വ്യത്യസ്ത ജിൻസുകളാണ്, വർഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലിൽ ഇടപാട് നടത്താം, പക്ഷേ കൈയോട് കൈയായിരിക്കണം. ഇതാണ് പ്രസ്തുത തീരുമാനങ്ങളിൽ പെട്ടത്. എന്നിട്ട് മജ്മഉൽ ഫിഖ്ഹ് ഇസ്ലാമി, ഇസ്ലാമിക് ഫിഖ് കോംപ്ലക്സ് തീരുമാനിച്ചത് ലാ യജൂസ് ബൈഉൽ വറഖ് അൻ-നഖ്ദി ബഅ്ദുഹു ബിബഅദ്. കറൻസികൾ ചിലതുമായി കച്ചവടം അനുവദനീയമല്ല. ബിഗൈരിഹി മിനൽ അജ്നാസിൻ നഖ്ദിയ അൽ ഉഖ്റ, മറ്റു വർഗത്തിൽപ്പെട്ട കറൻസികളുമായിട്ട് കച്ചവടം പാടുള്ളതല്ല. മിൻ ദഹബിൻ ഔ ഫിദ്ദത്തിൻ ഔ ഗൈരിഹിമ, സ്വർണ്ണമാകട്ടെ വെള്ളിയാകട്ടെ അത് മറ്റേതെങ്കിലും കറൻസി ആകട്ടെ. എങ്ങനെ? നസീഅത്തൻ മുത്ലഖൻ, നസീഅത്തായിട്ട് അവധി വെച്ചുകൊണ്ട് കച്ചവടം പറ്റൂല എന്നർത്ഥം. രൂപയും റിയാലും, രൂപയും സ്വർണവും, ഇത് അവധി വെച്ചുകൊണ്ടുള്ള കച്ചവടം പറ്റൂല. ഏറ്റക്കുറച്ചിൽ കച്ചവടമാകാം, പക്ഷേ അത് റൊക്കമായിരിക്കണം. നസീഅത്തനായിട്ട് ഒരിക്കലും പാടുള്ളതല്ല. ഫലാ യജൂസ് മസലൻ ബൈഉ റിയാൽ സഊദി ബിഉംല ഉഖ്റ മുതഫാദിലൻ നസീഅത്തൻ ബിദൂനി തഖാബുദ്. അതാണ്. അതുകൊണ്ട് തന്നെ ഫലാ യജൂസ് മസലൻ, ഉദാഹരണത്തിന് പറയാണ്, അനുവദനീയമല്ല ബൈഉ റിയാൽ സഊദി, സഊദി റിയാൽ വിൽക്കൽ, ബിഉംല ഉഖ്റ മറ്റൊരു കറൻസിയുമായി, മുതഫാദിലൻ നസീഅത്തൻ ഏറ്റക്കുറച്ചിൽ അവധി വെച്ചുകൊണ്ട്, ബിദൂനി തഖാബുദ് റൊക്കമായിട്ടല്ലാതെ. അപ്പോൾ ഏറ്റക്കുറച്ചിൽ അവധി വെച്ചിട്ട് പറ്റൂല. പിന്നെയോ കയ്യോട് കൈ സ്വീകരിച്ച് റൊക്കമായി സ്വീകരിച്ചു കൊണ്ടുള്ള ഇടപാടേ പറ്റുള്ളൂ. നസീഅത്തനായിട്ട് ഒരിക്കലും ഈ ഇടപാട് പറ്റൂല എന്നുള്ളതാണ് തീരുമാനം. രണ്ടാമത്തേത് കറൻസികളുടെ വിഷയത്തിൽ തീരുമാനം. രണ്ടാമത്തേത് لا يجوز بيع الجنس الواحد من العملة الورقية بعضه ببعض متفاضلا سواء كان ذلك نسيئة أو يدا بيد. ഒരേ വർഗത്തിൽപ്പെട്ട ലാ യജൂസ് ബൈഉൽ ജിൻസിൽ വാഹിദ്, ഒരേ വർഗത്തിൽപ്പെട്ടത് മിനൽ ഉംലൽ വറഖിയ, നോട്ടുകൾ കച്ചവടം പാടുള്ളതല്ല. ഇദാ കാന യദൻ ബിയദ് ബഅദുഹു ബിബഅദിൻ മുതഫാദിലൻ, ചിലതുമായിട്ട് ഏറ്റക്കുറച്ചില്, അതായത് രൂപയുമായി, അതാണ് ഒരേ വർഗത്തിൽപ്പെട്ടത്. ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? കച്ചവടം പറ്റൂല. സവാഉൻ കാന ദാലിക നസീഅത്തൻ ഔ യദൻ ബിയദ്, റൊക്കമായിട്ടും പറ്റൂല, അവധി വെച്ചും പറ്റൂല. കാരണം എന്താ? ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഡോളറുമായിട്ടുള്ള കച്ചവടം അത് ഏറ്റക്കുറച്ചിലും പാടുള്ളതല്ല, അവധി വെച്ചും പാടുള്ളതല്ല. കാരണം എന്താ? അത് ഒരേ വർഗ്ഗമാണ്. അതാണ് കറൻസികളുടെ വിഷയത്തിൽ മറ്റൊരു തീരുമാനം. ഫല യജൂസു മസലൻ ബൈഉ 10 റിയാലാത്ത് സഊദിയ വറഖൻ ബി 11 റിയാലൻ സഊദിയൻ വറഖൻ നസീഅത്തൻ ഔ യദൻ ബിയദ്. അതുകൊണ്ട് തന്നെ 10 റിയാലുമായി 11 റിയാലുമായിട്ട് അവധി വെച്ചോ റൊക്കമായോ കച്ചവടം അനുവദനീയമല്ല. മൂന്നാമത്തേത് തീരുമാനം യജൂസു ബൈഉ ബഅദിഹി ബിബഅദിൻ മിൻ ഗൈരി ജിൻസിഹി മുത്ലഖൻ ഇദാ കാന യദൻ ബിയദ്. യജൂസു ബൈഉ ബഅദിഹി ബിബഅദ്, കറൻസികൾ ചിലതുമായിട്ട് കച്ചവടമാകാം. മിൻ ഗൈരി ജിൻസിഹി, അതിൻ്റേതല്ലാത്ത വർഗവുമായി. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ റിയാല് ഡോളറുമായി, ഡോളർ രൂപയുമായി, കാരണം എന്താ? വർഗം വ്യത്യാസപ്പെട്ട് അങ്ങനെയുള്ളത് യജൂസ് ബൈഉ ബഅദിഹി ബിബഅദിൻ മിൻ ഗൈരി ജിൻസിഹി മുത്ലഖൻ, നിരുപാധികം. പക്ഷേ ഇദാ കാന യദൻ ബിയദ്, അത് റൊക്കമായിരിക്കണം, അവധി വെച്ചാകാൻ പാടുള്ളതല്ല, കയ്യോട് കൈയായിരിക്കണം. ഇതിൽ കൊടുത്ത ഉദാഹരണം ഫയജൂസ് ബൈഉ ലീറ സൂരിയ അവൽ ലുബ്നാനിയ ബിറിയാൽ സഊദി വറക്കൻ കാന ഔ ഫിദ്ദ ഔ അഖല്ല മിൻ ദാലിക ഔ അക്സർ. സിറിയൻ ലീറ അല്ലെങ്കിൽ ലുബ്നാനിയ ലീറ റിയാൽ സഊദിയുമായിട്ട് എന്ത് ചെയ്യാം? കച്ചവടം ചെയ്യൽ അനുവദനീയമാണ്. അത് തുല്യമായിക്കൊള്ളുന്നില്ല, രണ്ടാലൊന്ന് കുറവായാലും ശരി, കാരണം വർഗം വ്യത്യാസപ്പെട്ട്. അമേരിക്കൻ ഡോളർ 3 റിയാൽ സൗദി റിയാലിന് തുല്യമാണ്. ഇത് എഴുതുന്ന സമയത്തുള്ള കണക്കായിരിക്കും.
ഏതായാലും അപ്പോൾ $1 $3 3 കച്ചവടം നടത്താം. കാരണം എന്താ? വർഗം വ്യത്യാസപ്പെട്ടത് കാരണത്താൽ. പക്ഷെ എന്തായിരിക്കണം? അത് കയ്യോട് കയ്യായിരിക്കണം എന്നുള്ളതാണ്. മജ്മഉൽ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ മൂന്നാമത്തെ തീരുമാനം വുജൂബ് സകാത്തുൽ അവറാഖ് നഖദിയ ഇദാ ബലഗത് ഖീമതുഹാ അദ്നാ നിസാബൈൻ മിൻ ദഹബിൻ ഔ ഫിദ്ദ ഔ കാനത് തുകമ്മിലു നിസാബ് മാ ഗൈരിഹാ മിനൽ അസ്മാനി വൽ ഉറൂദിൽ മുഅദ്ദ ലിത്തിജാറ. അത് പിന്നെ പലിശയുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്ത് സ്വതന്ത്ര അസ്തിത്വമുള്ള ഒരു കറൻസി, പിന്നെ ഒരു തുകയാണ്, വിലയാണ് കറൻസികൾ എന്നുള്ളത് കാരണത്താൽ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നിസാബ് എത്തിയിട്ടുണ്ട് എങ്കിൽ കറൻസികളിലും സക്കാത്ത് നിർബന്ധമാകും. ആധുനിക യുഗത്തിലെ കറൻസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല. അന്ന് സ്വർണവും വെള്ളിയാണ്, ദീനാറുകളും ദിർഹമുകളാണ്. അപ്പോൾ ഇന്ന് കറൻസിക്ക് സക്കാത്ത് ഉണ്ടോ? കറൻസിയിൽ സക്കാത്ത് വരും. എങ്കിൽ നിസാബ് എത്രയാണ്? അതാണ് ഇവിടെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ഏതെങ്കിലും ഒന്നിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നെ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അത് പിന്നെ എങ്ങനെയാണ് ആ നിസാബ്? അതിലേത് നിസാബാണ് പരിഗണിക്കേണ്ടത്? സ്വർണ്ണമാണോ വെള്ളിയാണോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പിന്നെ പല പണ്ഡിതന്മാരും പിന്നെ അതിൽ പിന്നെ സാധുക്കളുടെ അവകാശത്തെ പരിഗണിച്ചിട്ടും സാധുക്കളുടെ അർഹത മാനിച്ചും പിന്നെ ഇപ്പോൾ വെള്ളിയാണ് വില പിന്നെ നിസാബിന് പരിഗണനീയമായത്. അതല്ല പിന്നെ ഒരു കാലത്ത് ഇനി സ്വർണം അതിന് വില ഇടിയുകയും വെള്ളിക്ക് വില കൂടുകയും ചെയ്യുന്നൊരു കാലഘട്ടമാകുമ്പോൾ അപ്പോൾ സ്വർണത്തിൻ്റെ ഇതായിരിക്കും. ഏതായാലും സാധുവിൻ്റെ ഭാഗമാണ് അവിടെ പരിഗണിക്കേണ്ടത് തുടങ്ങിയതായ ചർച്ചകൾ അത് പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. അത് നമ്മുടെ വിഷയമല്ല. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പിന്നെ പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായ ചില ആധുനിക മസ്അലകളാണ്. അതിൽ പിന്നെ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ട് പണ്ഡിതന്മാർ പരിഗണിച്ച ഏതാനും തീരുമാനങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. പിന്നെ ഒരു വിഷയം ഇതേപോലെ മജ്മഉൽ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ മറ്റൊരു തീരുമാനം ഈ പലിശ സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ്. അതിൽ പറയുന്നത് മജ്മഉൽ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ മജ്ലിസ് പലിശ ബാങ്കുകളുടെ വ്യാപനത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയും ജനങ്ങൾ അതുമായി ഇടപെടുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ അതിന് പകരമായിട്ട് പലിശരഹിത സ്ഥാപനങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ചും പഠനം നടത്തി. എന്നിട്ട് അതിൽ വന്ന തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. ഞാനതിങ്ങനെ വായിച്ചർത്ഥം വെച്ച് പോകാം. وقد استمع المجلس إلى كلام السادة الأعضاء حول هذه القضية الخطيرة التي يختلف فيها محرم بين ثبت تحريمه بالكتاب والسنة والإجماع. അതായത് ഈ മജ്ലിസിൽ സംബന്ധിച്ച അതിലെ പ്രധാനികളായ നേതാക്കന്മാരായ അംഗങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഉള്ള സംസാരങ്ങൾ ശ്രവിക്കുകയുണ്ടായി. അതിലെന്താ ഈ പലിശ ബാങ്കുകൾ അതിൽ വ്യക്തമായ നിഷിദ്ധമാണ് പ്രവർത്തിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും ഇജ്മാഅ് കൊണ്ടും സ്ഥിരപ്പെട്ടതായ നിഷിദ്ധമാണ് അതിൽ കളിയാടുന്നത്. എന്നിട്ട് അവർ പറയാണ് വഖദ് അസ്ബതത് അൽ ബുഹൂസുൽ ഇഖ്തിസാദിയ്യത്തുൽ ഹദീസ, ആധുനിക സാമ്പത്തിക പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ത്? അന്ന റിബ ഖത്തറുൻ അല ഇഖ്തിസാദിൽ ആലം, പലിശ ലോകത്തിൻ്റെ സാമ്പത്തികതക്ക് അപകടകാരിയാണ്. വ അഖ്ലാഖിയതിഹി വസലാമത്തിഹി, ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തിനും അതേപോലെ തന്നെ ലോകത്തിൻ്റെ സ്വഭാവ സംസ്കരണത്തിനും അതേപോലെ വസിയാസത്തിഹി, ലോക രാഷ്ട്രീയത്തിനും അപകടമാണ് പലിശ. വ അന്നഹു വറാഅ കസീരി മിനൽ അസിമ്മാത്തി അല്ലതി യുആനിഹൽ ആലം, ലോകം അഭിമുഖീകരിക്കുന്നതായ
ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങളുടെ പിന്നിൽ വഅന്നഹു, അത് പലിശയാണ്. വഅന്നഹു ലാ നജാത മിൻ ദാലിക ഇല്ലാ ബിസ്തിസാലി ഹാദ ദാഇൽ ഖബീസ്, ഈ മ്ലേച്ഛമായ രോഗം അതിനെ ഉന്മൂലനാശം വരുത്തലല്ലാതെ അതിൽ നിന്ന് രക്ഷയ്ക്ക് യാതൊരു വകുപ്പുമില്ല. ഈ രോഗം എന്ന് പറഞ്ഞാൽ അല്ലദീ നഹൽ ഇസ്ലാമു അൻഹു മുൻദു 14 ഖർനൻ, 14 നൂറ്റാണ്ടുകളായി ഇസ്ലാം വിരോധിച്ച പലിശയാകുന്നു അത്. ثم كانت الخطوة العملية المباركة وهي إقامة مصارف إسلامية خالية من الربا والمعاملات المحظورة شرعا. പിന്നീടാണ് അനുഗ്രഹീതമായ ഒരു കാൽവെപ്പുണ്ടായത്. അതെന്താ? പലിശയിൽ നിന്ന് മുക്തമായ ഇസ്ലാമിക് ബാങ്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. വൽ മുഅമലാത്തുൽ മഹ്ദൂറത്തി ശർഅൻ, ശർഇൽ നിഷിദ്ധമായ ഇടപാടുകളിൽ നിന്നും പലിശയിൽ നിന്നും മുക്തമായിട്ടുള്ളതായ സാമ്പത്തിക ഇസ്ലാമിക് ബാങ്കുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. വബിഹാദാ കദബത് ദഅവത്തുൽ അൽമാനിയീൻ വദഹായ الغزو الثقافي الذين زعموا يوما أن تطبيق الشريعة الإسلامية في المجال الاقتصادي مستحيل. ഇസ്ലാമിക് ബാങ്കുകൾ സ്ഥാപിതമായതോടുകൂടി ഈ അൽമാനികളുടെ മതനിരപേക്ഷവാദികളുടെ ജൽപ്പനം പൊളിയുകയുണ്ടായി, വ്യാജമായി. അതേപോലെ തന്നെ വദഹായ അൽ ഗസ്വി സഖാഫി, സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ബലിയാടുകളുടെയും വാദം പൊളിയുകയുണ്ടായി, വ്യാജമായി. എന്താ അവർ പറഞ്ഞത്? അല്ലദീന സഅമു യൗമൻ, ഒരു നാളിൽ അവർ ജൽപ്പിച്ചു, അന്ന തത്ബീഖ ശരീഅത്തിൽ ഇസ്ലാമിയ ഫിൽ മജാലിൽ ഇഖ്തിസാദി മുസ്തഹീൽ, സാമ്പത്തിക മേഖലയിൽ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. ലിഅന്നഹു ലാ ഇഖ്തിസാദ ബിഗൈരി ബുനൂക്, കാരണം ബാങ്കുകളില്ലാതെ സാമ്പത്തികം ഇല്ല. വലാ ബുനൂക ബിഗൈരി ഫവായിദ്, ഇൻട്രസ്റ്റ് ഇല്ലാതെ, പലിശ ഇല്ലാതെ ബാങ്കുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കാൻ പറ്റൂല എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അവരുടെ ജൽപ്പനം ഇസ്ലാമിക ബാങ്കുകൾ സ്ഥാപിക്കുന്നതോടുകൂടി അത് അവരുടേത് വ്യാജ ജൽപ്പനമായി പരിണമിക്കുകയുണ്ടായി. എന്നിട്ട് മജ്മഉൽ ഫിഖ്ഹുൽ ഇസ്ലാമിയുടെ ഖറാറിൽ വന്നത് താഴെ പറയുന്ന തീരുമാനങ്ങളാണ്. അവലൻ യജിബു അലൽ മുസ്ലിമീന കാഫത്തൻ അൻ യൻതഹു അമ്മാ നഹല്ലാഹു അൻ മിന തആമുലി ബിർരിബ അഖ്ദൻ വഅതാഅ. യജിബു അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മേൽ നിർബന്ധമാണ്, കാഫത്തൻ എല്ലാവരുടെയും, അൻ യൻതഹു അമ്മാ നഹല്ലാഹു അൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതിൽ നിന്ന് അവർ വിട്ടകലുക എന്നുള്ളത്. അതെന്താ? മിന തആമുലി ബിർരിബ അഖ്ദൻ വഅതാഅൻ, കൊടുത്തുകൊണ്ടും കൊണ്ടുകൊണ്ടും പലിശയുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് അള്ളാഹു വിരോധിച്ചത്. അതിന് മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് ഒഴിവാകണം. വൽ മുആവനത്തു അലൈഹി ബി ഈ സൂറത്തി മിന സുവർ, ഏതൊരു രീതിയിലായാലും പലിശയുമായിട്ട് സഹകരിക്കുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങൾ വിട്ടുനിൽക്കണം. അതാണ് ഒന്നാമത്തെ തീരുമാനം. രണ്ടാമത്തേത് യൻദുറുൽ മജ്ലിസ് ബിഐനിൽ ഇർതിയാഹ് ഇലാ ഖിയാമിൽ മസാരിഫിൽ ഇസ്ലാമിയ്യ ബദീലൻ ശർഇയ്യൻ ലിൽ മസാരിഫിർ റിബവിയ്യ. മജ്ലിസുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി വളരെ ആശ്വാസത്തിലാണ് നോക്കുന്നത്. ഏത് വിഷയത്തിൽ? ഇലാ ഖിയാമിൽ മസാരിഫിൽ ഇസ്ലാമിയത്തി, ഇസ്ലാമിക് ബാങ്കുകൾ നിലവിൽ വരുന്ന വിഷയത്തിൽ. ബദീലൻ ശർഇയ്യൻ ലിൽ മസാരിഫിർ റിബവിയ്യ, പലിശ ബാങ്കുകൾക്ക് പകരമായിട്ട് മതപരമായ ഒരു ബദീലാണ് എന്ത്? ഇസ്ലാമിക് ബാങ്കുകൾ. അത് വളരെ നിലവിൽ വരിക എന്നുള്ളത് വളരെ റാഹത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വിഷയമാണെന്നാണ്. എന്നാൽ അതൊരു പ്രയാസമുള്ള സംഗതിയല്ല. വയറൽ മജ്ലിസു ദറൂറത്ത തവസ്സുഉ ഫി ഇൻഷാഇ ഹാദിഹിൽ മസാരിഫ് ഫി കുല്ലിൽ അഖ്താരിൽ ഇസ്ലാമിയ, എല്ലാ ഇസ്ലാമിക നാടുകളിലും പലിശരഹിതമായ ഇസ്ലാമിക് ബാങ്കുകൾ സ്ഥാപിക്കുന്നതിൽ, വിശാലമാക്കുന്നതിൻ്റെ അനിവാര്യതയെ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി കാണുന്നു എന്ന് പറഞ്ഞെങ്കിൽ അത് അഭിപ്രായപ്പെടുന്നു. അതങ്ങനെ ഉണ്ടാവണം. വഹൈസു വുജിദ ലിൽ മുസ്ലിമീൻ തജമ്മുൻ ഖാരിജ അഖ്താരിഹി ഹത്താ തതകവ്വന മിൻ ഹാദിഹിൽ മസാരിഫ് ശബകതൻ ഖവിയ്യ തുഹയ്യു ലി ഇഖ്തിസാദ്. വഹൈസു മാ വുജിദ ലിൽ മുസ്ലിമീൻ തജമ്മുൻ ഖാരിജ അഖ്താരിഹി ഹത്താ തതകവ്വന മിൻ ഹാദിഹിൽ മസാരിഫ് ശബകതൻ ഖവിയ്യ തുഹയ്യു ലി ഇഖ്തിസാദ്. ഇഖ്തിസാദിയീൻ ഇസ്ലാമിയീൻ മുതകാമിൽ, അഥവാ അതേപോലെ തന്നെ ഇസ്ലാമിക് നാടുകളിൽ ഇനി
ഇസ്ലാമിക നാടുകൾക്ക് അപ്പുറത്താണെങ്കിലും മുസ്ലിമീങ്ങളുടെ ഒരു സംഘം ഉണ്ട് എങ്കിൽ ആ സംഘം എന്ത് ചെയ്യണം? അവർ കൂടിയിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള ഇസ്ലാമിക സാമ്പത്തികതയെ തയ്യാറാക്കുന്നതായ ശക്തമായ ബാങ്കുകൾ അവർ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യണം എന്നാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് യഹ്റുമു അലാ കുല്ലി മുസ്ലിമിൻ യതയസ്സറു ലഹു തആമുലു മഅൽ മസ്റഫിൻ ഇസ്ലാമി അൻ യതആമല മഅൽ മസാരിഫ് അർരിബവിയ്യ ഫി ദാഖിലി വൽ ഖാരിജ്. ഇസ്ലാമിക നാടുകളിലാകട്ടെ അതിന് പുറത്താകട്ടെ പലിശരഹിതമായ ഇസ്ലാമിക ബാങ്കുകൾ ഉണ്ട് എങ്കിൽ പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെടൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാകുന്നു. ഇദ്ലാ ഉദ്റ ലഹു ഫി തആമുലി മഅഹ ബഅദ വുജൂദിൽ ബദീലിൽ ഇസ്ലാമി. പലിശ ബാങ്കുകൾക്കപ്പുറം പലിശരഹിതമായ ഇസ്ലാമിക ബാങ്കുകൾ നിലവിൽ വന്നതിൽ പിന്നെ പലിശ ബാങ്കുകളുമായിട്ട് സഹകരിക്കുന്നതിൽ ഒരു ഒഴിവ് കഴിവില്ല അത്തരം സന്ദർഭങ്ങളിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം. വയജിബു അലൈഹി അൻ യസ്തഈദ അനിൽ ഖബീസ് ബിത്തയ്യിബ് വയസ്തഗ്നിയ ബിൽ ഹലാലി അൻ ഹറാം. അപ്പോൾ ഖബീസിൽ നിന്ന് പകരം തയ്യിബും ഹറാമിന് പകരം ഹറാമിന് പകരം ഹലാൽ കൊണ്ട് അവൻ തൃപ്തിപ്പെടണം, ധന്യനാവണം. ഖബീസ് ഉണ്ട് എങ്കിൽ തയ്യിബ് അവനതിന് പകരമാക്കുകയും ചെയ്യണം. അത് അവൻ്റെ മേൽ നിർബന്ധമാണ്. അതുകൊണ്ട് എന്ത് വേണം? എവിടെയാണ് ഒരു മുസ്ലിമിന് പലിശരഹിതമായ ഇസ്ലാമിക ബാങ്കുകളോട് ഇടപാട് നടത്താൻ അവസരം കിട്ടുന്നത് അവിടെ അവന് അത് ഉപയോഗപ്പെടുത്തണം. പലിശ ബാങ്കുകളുമായിട്ട് സഹകരിക്കൽ അവന് നിഷിദ്ധമാണ്. അതേപോലെ തന്നെ യദുൽ മജ്ലിസ് അൽ മസ്ഊലീന ഫിൽ ബിലാദിൽ ഇസ്ലാമിയ വൽ ഖായിമീന അൽ മസാരിഫ് റിബവിയ്യ ഫിഹാ ഇലൽ മുബാദറത്തിൽ ജാദ ലിതത്ഹീരിഹാ മിൻ റിജ്സിർ റിബ. ഇസ്ലാമിക നാടുകളിൽ പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകൾ ഉണ്ട് എങ്കിൽ പലിശയാകുന്ന മാലിന്യത്തിൽ നിന്ന് അത്തരം ബാങ്കുകളെ ശുദ്ധീകരിക്കുവാൻ ശക്തമായ നിലക്ക് ധൃതി കാണിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ മജ്ലിസ് അൽ ഫിഖ് ഇസ്ലാമി ക്ഷണിക്കുകയാണ്. പിന്നെ അഞ്ചാമത്തെ തീരുമാനം കുല്ലു മാലിൻ ജാഅ അൻ തരീഖിൽ ഫവായിദ് റിബവിയ്യ ഹുവ മാലുൻ ഹറാമുൻ ശർഅൻ. പലിശയിലൂടെ വന്ന എല്ലാ സമ്പത്തും അത് മതപരമായിട്ട് ഹറാമാണ്. ലാ യജൂസു അൻ യൻതഫിഅ ബിൽ മുസ്ലിം അത് ഒരിക്കലും ഉപകരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ലിനഫ്സിഹി സ്വന്തത്തിനാവട്ടെ ഔലി അഹദിൻ മിമ്മാ യഊലുഹു ഫി അയ്യി ഷൈഇൻ മിൻ ശുഊനിഹി അവനെ ആശ്രയിച്ച് കഴിയുന്നവർ അവരുടെ ഏത് വിഷയങ്ങളിലും അത് ഉപയോഗിക്കുക എന്നുള്ളതും അനുവദനീയമല്ല. വയജിബു അൻ യസ്രിഫ ഫിൽ മസാലിഹിൽ ആമ്മ ലിൽ മുസ്ലിമീൻ മിൻ മദാരിസ വ മുസ്തശ്ഫയാത്ത് വ ഗൈരിഹ. പിന്നെ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് പലിശ വന്നു പോയവരെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിമീങ്ങളുടെ പൊതു നന്മകളിൽ മദ്രസകൾ ഉണ്ടാക്കുവാൻ, ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് ചെലവഴിക്കൽ നിർബന്ധമാണ്. വലൈസ ഹാദ മിൻ ബാബി സദഖ. അങ്ങനെ ചെലവഴിക്കുമ്പോൾ അത് സദഖയുടെ വകുപ്പിൽപ്പെട്ടതല്ല. വഇന്നമാ മിൻ ബാബി തതഹൂർ മിനൽ ഹറാം. ഹറാമിൽ നിന്ന് ഒരാൾ തന്നെ ശുദ്ധിയാക്കുവാൻ ഉള്ള മാർഗേണ, അല്ലെങ്കിൽ തൻ്റെ സ്വത്തിനെ ശുദ്ധിയാക്കാനുള്ള മാർഗേണ വല്ല മുസ്ലിമീങ്ങളുടെ പൊതു നന്മകൾ, മദ്രസകൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ തുടങ്ങിയുള്ളതായ കാര്യങ്ങളിലേക്ക് അതിനെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് മജ്ലിസുൽ മുജമ്മ അല്ലെങ്കിൽ മജ്മ അൽ ഫിഖ് ഇസ്ലാമിയുടെ തീരുമാനം വലാ യജൂസു ബിഹാലിൻ, ഒരിക്കലും അനുവദനീയമല്ല തർക്ക് ഹാദിഹിൽ ഫവായിദ് ലിൽ ബുനൂഗി റിബവിയ്യ. പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകൾക്ക് ഈ പലിശ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. അതായത് ബാങ്കിൽ ആരെങ്കിലും കാശ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രസ്തുത ബാങ്ക് പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കാണെങ്കിൽ അതിന് പലിശ ഉണ്ടാവും. അപ്പം അത് ബാങ്കിന് വിട്ടുകൊടുക്കുക, എനിക്ക് പലിശ വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ബാങ്കിന് വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. ലിതതഖവ്വ ബിഹ, കാരണം എന്താ, ആ പലിശ കൊണ്ട് ബാങ്ക് പോഷിക്കും. വയസ്ദാദുൽ ഇസ്മു ഫി ദാലിക ബിനിസ്ബത്തി ലിൽ ബുനൂക് ഫിൽ ഖാരിജ് ഫഇന്നഹ ഫിൽ ആദത്തി തസ്രിഫുഹ ഇലൽ മുഅസ്സസാത്ത് തൻസീരിയ വൽ യഹൂദിയ. മാത്രമല്ല ബാഹ്യ ലോകത്തുള്ള ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറ്റം കൂടുകയാണ് ചെയ്യുക. കാരണം എന്താ, അത്തരം ബാങ്കുകൾ സാധാരണഗതിയിൽ ഈ ഡിപ്പോസിറ്റ് ചെയ്തവരുടെ പലിശയെ മുഅസ്സസാത്ത് തൻസീരിയ വൽ യഹൂദിയ, യഹൂദ മിഷനറി സ്ഥാപനങ്ങൾക്ക് അവർ ഇത് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. വബിഹാദ തഖ്ദു അംവാലുൽ മുസ്ലിമീൻ അസ്രിഹ അലി ഹർബിൽ മുസ്ലിമീൻ.
അതോടുകൂടി മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കൾ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുവാനുള്ള ആയുധങ്ങളായിട്ട് മാറുകയാണ്. വഇദ്ലാലി അബ്നാഇഹിം അൻ അഖീദതിഹിം, മുസ്ലിമീങ്ങളുടെ മക്കളെ അവരുടെ വിശ്വാസത്തെ തൊട്ട് പിഴപ്പിക്കുവാനും കാരണമാകണം. അഥവാ ഈ മിഷനറി സ്ഥാപനങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ പലിശ അവർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്, പുറം നാടുകളിലൊക്കെ ചെയ്യുന്നത് ഈ പലിശ എടുത്തിട്ട് അവരെന്ത് ചെയ്യുകയാണ്, മിഷനറി പ്രവർത്തനം നടത്തുവാനും പുസ്തകങ്ങൾ അടിച്ചിറക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടിലൂടെ അവർ പഴപ്പിക്കുന്നത് മുസ്ലിമീങ്ങളെ തന്നെയാണ്. മുസ്ലിമീങ്ങളോടുള്ള യുദ്ധത്തിനുള്ള ആയുധങ്ങൾ, അതിനുള്ള സഹായമാണ്, സഹകരണമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും പലിശ ബാങ്കുകൾക്ക് വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. ഇൽമൻ ബിഅന്നഹു ലാ യജൂസുൽ ഇസ്തിംറാർ ഫി തആമുലി മഅ ഹാദിഹിൽ ബുനൂഖി റിബബിയ്യ ബിഫായിദത്തിൻ ഔ ബിഗൈരി ഫായിദ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം ബാങ്കുകളോട് സഹകരിക്കൽ, ഇടപാട് നടത്തുക തുടർന്നത് അനുവദനീയമല്ല. ഇതാണ് ഇതിൽ ഉണർത്തിയത്. വേറെയും ചില കാര്യങ്ങൾ ഇതിനെ തുടർന്ന് കമാ യുതാലിബുൽ മജ്ലിസുൽ ഖായിമീൻ അൽ മസാരിഫുൽ ഇസ്ലാമിയ അൻ യന്തഖു ലഹാ അൽ അനാസിർ അൽ മുസ്ലിമ അസ്സാലിഹ വഅൻ യുവാലൂഹ ബിതൗഇയതി വതഫ്ഖീഹ് ബിഅഹ്കാമിൽ ഇസ്ലാം വആദാബിഹി ഹത്താ തകൂന മുആമലാതിഹിം വതസറുഫാതിഹിം മുവാഫിഖത്തൻ ലഹ. അതായത് ഇസ്ലാമിക് ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർ, അതിൻ്റെ നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് മതവിഷയങ്ങൾ പഠിപ്പിക്കുവാനും അങ്ങനെ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും അവരുടെ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക അധ്യാപനങ്ങളോടും അതേപോലെ തന്നെ ഇസ്ലാമിക മതവിധികളോടും മര്യാദകളോടും ഒക്കെ ഒത്തതാകുവാൻ അവരെ ദീനി പഠിപ്പിക്കണം എന്നും ഇവർ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ഈ ഒരു മജ്ലിസുൽ മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമിൻ്റെ തീരുമാനം ഈ വിഷയത്തിൽ വായിച്ചത് പലരുടെയും ചോദ്യങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ പണ്ഡിതന്മാർ അംഗീകരിച്ച ഇത്തരം തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ നമുക്കൊരു ഉൾക്കാഴ്ചയും അതേപോലെ തന്നെ ഒരു ഉത്ബോധനവുമാണ്. പല വിഷയങ്ങളും അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഈ രണ്ട് ഫത്വകൾ ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഇവിടെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിലൊന്നാമത്തെ ചോദ്യം, മൽ ഹുക്മു ശർഈ ഫി കുല്ലി മിനല്ലദീ യദഉ മാലഹു ഫിൽ ബങ്കിൽ ഫഇദാ ഹാല അലൈഹി അൽ-ഹൗൽ അഖ്ദൽ ഫായിദ. ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയും വർഷം പൂർണ്ണമായാൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുക്കുകയും ചെയ്യുന്ന ആളെക്കുറിച്ചുള്ള വിധിയാണ്. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞ മറുപടി, ലാ യജൂസുൽ ഈദാഉ ഫിൽ ബുനൂക് ലിൽ ഫായിദ വലാ അൽ ഖർദ് ബിൽ ഫായിദ ലഅന്ന കുല്ല ദാലിക മിന റിബ സരീഹ്. പലിശയ്ക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുവാനോ പലിശ കൊണ്ട് കടമെടുക്കാനോ പാടുള്ളതല്ല. കാരണം അതൊക്കെ സുവ്യക്തമായ പലിശയാണ്. വലാ യജൂസു ഐദൻ അൽ ഈദാഉ ഫി ഗൈരിൽ ബുനൂക് ബിൽ ഫായിദ. ഇനി ബാങ്ക് അല്ലാത്തതിൽ ഒരാളെന്ത് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്ത് ഫായിദക്ക് വേണ്ടിയിട്ട്, പലിശക്ക് വേണ്ടിയിട്ട്, അതും പാടുള്ളതല്ല. വഹകദ ലാ യജൂസുൽ ഖർദ് മിൻ അയ്യി അഹദിൻ ബിൽ ഫായിദ. ഒരാളിൽ നിന്നും ഫായിദക്ക് ഉണ്ട്, പലിശക്ക് ഉണ്ട്, കടം സ്വീകരിക്കുക അല്ലെങ്കിൽ കടം കൊടുക്കുക എന്നുള്ളതും അനുവദനീയമല്ല. ബൽ ദാലിക മുഹറമുൻ ഇൻദ ജമീ അഹ്ലിൽ ഇൽം, മുഴുവൻ പണ്ഡിതന്മാരുടെയും അടുക്കൽ അത് നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ തുടങ്ങി ആ വിഷയത്തിലുള്ളതായ തെളിവുകൾ ഷെയ്ഖ് നൽകുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? പിന്നെ ഒരു ചോദ്യം ഷെയ്ഖിനോട്, സാഹിബുൽ ഉഖാർ അല്ലെങ്കിൽ അഖാർ അല്ലദീ യുഅജ്ജിറു മഹല്ലാത്തിഹി ഇലാ തിൽകൽ ബുനൂക്, ബാങ്കുകൾക്ക് തൻ്റെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളെ വാടക കൊടുക്കുന്നതിനെ കുറിച്ച് ഷെയ്ഖ് പറഞ്ഞത്, വഹാകദ തജീറുൽ അഖാറാത്ത് ലി അസ്ഹാബിൽ ബുനൂക് റിബവിയ്യ ലാ യജൂസ്.
പലിശ ബാങ്കുകളുടെ വാക്താക്കൾക്ക് ബിൽഡിങ്ങുകൾ വാടക കൊടുക്കാൻ പാടുള്ളതല്ല. അതിന് അദ്ദേഹം പറഞ്ഞ തെളിവുകൾ ഉപരിയിൽ കൊടുത്ത തെളിവുകളാണ്, ആയത്തുകൾ. പിന്നെ വതആവനു അൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും നന്മയിലുമാണ് എന്ത് ചെയ്യേണ്ടത്? സഹകരിക്കേണ്ടത്. അന്യോന്യം പാപത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും വിഷയത്തിൽ അന്യോന്യം സഹകരിക്കാൻ പാടുള്ളതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദൈ വഖാലഹും സവാ. പലിശ തിന്നുന്നവൻ, തീറ്റുന്നവൻ, പലിശ എഴുതുന്നവൻ, സാക്ഷികൾ, ഇവരെല്ലാവരെയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അവർ സമമാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇപ്പം മുകളിൽ കൊടുത്ത ഈ തെളിവുകളൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വാടക കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ്. വലിമ ഫീ ദാലിക മിൻ ഇആനതിഹിം അലാ അമാലിഹിം റിബവിയ്യ, അങ്ങനെ സ്ഥാപനങ്ങളെ ബാങ്കുകൾക്ക്, പലിശ ബാങ്കുകൾക്ക് വാടക കൊടുത്താൽ അവരുടെ പലിശ പ്രവൃത്തികളിൽ അവരോട് സഹകരിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്നാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ നൽകിയതായ ഫത്വ. ഇതേപോലെ വേറെയും പിന്നെ ചില ഫത്വകൾ ഈ പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്. അതിലൊരു ചോദ്യം, അൽ ഖറദു ബി ഉംലത്തിൻ വത്തസ്ദീദു ബി ഉഖ്റ, അതായത് ഒരു കറൻസി കടമായിട്ട് കൊടുക്കുക, എന്നിട്ട് മറ്റൊരു കറൻസി തിരിച്ചു കൊടുക്കുക. അതിൽ ചോദ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ മസാല രൂപപ്പെടും. എനിക്കൊരു സഹോദരൻ 2000 തൂനിസ് ദീനാറ് കടം നൽകി. അപ്പോൾ 2000 ടുനീഷ്യയുടെ 2000 ദീനാറാണ് കടം കൊടുത്തത്. അങ്ങനെ ഞങ്ങളൊരു ഉടമ്പടി എഴുതി. എങ്ങനെ എഴുതിയത്? അതിൽ ഞങ്ങൾ കടത്തിൻ്റെ സംഖ്യ എഴുതിയത് ജർമ്മൻ കറൻസിയാണ്. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. അപ്പോൾ നോക്കുമ്പോൾ 2000 തുനീഷ്യൻ ദീനാറിൻ്റെ എത്രയാണോ ജർമ്മൻ കറൻസി അതാണ് എഴുതിയത്. ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ജർമ്മൻ കറൻസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വില കൂടി. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയത് 2000 ദീനാറാണല്ലോ, അത് തിരിച്ചു നൽകുകയാണ് എങ്കിൽ തുനീഷ്യൻ ദീനാർ കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുത്താൽ മതി? 300 ദീനാർ കൊടുത്താൽ മതി. അപ്പോൾ അത് 2000 ദീനാറാണ് അന്ന് കടം കൊടുത്തത്. അപ്പോൾ കടം കൊടുത്തപ്പോൾ ജർമ്മൻ കറൻസിയുടെ മൂല്യമാണ് എഴുതിയത്. ഇത്ര മൂല്യമാണ് എഴുതിയത്. കൊടുത്തത് തുനീഷ്യൻ ദീനാറാണെങ്കിലും എഴുതിയത് ജർമ്മൻ കറൻസിൻ്റെ ഇതാണ് വിലയാണ് എഴുതിയത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ജർമ്മൻ കറൻസി റേറ്റ് കൂടി. തുനീഷ്യൻ ദീനാറിന് വില ഇടിഞ്ഞ്. കടം വീട്ടുകയാണെങ്കിൽ എത്ര കൊടുത്താൽ മതി? ഇപ്പോൾ 2000 ദീനാർ വാങ്ങിയതിന് 300 ദീനാർ കൊടുത്താൽ മതി. അപ്പോൾ ആ വിഷയത്തിൽ ഫത്വ ചോദിച്ചു. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വ, കടം മേടിച്ചവനെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ കടം മേടിച്ചത് അത് കൊടുക്കുക എന്നുള്ളതാണ്
ബാധ്യതയായിട്ടുള്ളത്. അപ്പോൾ കടം കൊടുത്തത് എന്താണ്? കടം കൊടുത്തത് തുനീഷ്യൻ ദീനാറാണ്, 2000 ദീനാർ. ആ 2000 ദീനാർ തിരിച്ചടക്കുക എന്നുള്ളതാണ് അയാളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. എന്നാൽ കടം സ്വീകരിച്ച ആൾ, അന്ന് സ്വീകരിച്ച ആൾ, അയാൾ സ്വമനസ്സാൽ എന്തെങ്കിലും ഏറെ നൽകുകയാണ് എങ്കിൽ അതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ഇത്തിഫാക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല, കിട്ടണമെന്നുള്ള നീയത്ത് ഇയാൾക്ക് ഉണ്ടാകാനും പാടുള്ളതല്ല. അങ്ങനെയാണ് എങ്കിൽ കടം വാങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കടം തിരിച്ചു കൊടുക്കുമ്പോൾ ഏറെ കൊടുത്തു നിന്നിട്ട് പ്രശ്നമല്ല. ഇന്ന ഖിയാറന്നാസ് അഹ്സനുഹും ഖദാഹ, ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഏറ്റവും നന്നായി കടം വീട്ടുന്നവൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഏറ്റവും നന്നായി കടം വീട്ടുന്നവനാണ്. അപ്പോൾ ഒരു ഇത്തിഫാക്കൊന്നുമില്ല, കിട്ടണമെന്നുള്ള വിചാരം ഇയാൾക്കില്ല, കിട്ടിയിട്ടില്ല എങ്കിൽ പ്രശ്നമല്ല, എങ്കിൽ കടം വീട്ടുന്നവന് നന്നായി കടം വീട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിഷയമല്ല എന്നാണ് പറയുകയുണ്ടായത്. എന്നിട്ട് പറയാണ്, ഇവരെഴുതിയ അക്കതുണ്ടല്ലോ, അതായത് തുനീഷ്യൻ ദീനാറിന് പിന്നെ ജർമ്മൻ നഖദിൻ്റെ കാശിൻ്റെ കറൻസിയുടെ മൂല്യമാണല്ലോ എഴുതിയത്. അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഉടമ്പടി അത് പ്രാവർത്തികമാക്കേണ്ടതില്ല. കാരണം അത് ശറഈ ആയിട്ടുള്ള ഒരു ഉടമ്പടിയല്ല. കാരണം ഇസ്ലാമിക ശരീഅത്തിന്റെ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നസ്സുകൾ അറിയിക്കുന്നത് അലാ അന്നഹു ലാ യജൂസു ബൈഉൽ ഖർദ് ഇല്ലാ ബി സഅരിൽ മിസ്ൽ വഖ്ത ഖാദി. ഈ കടം അത് വിൽക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇടപാട് നടത്തുമ്പോൾ എന്ന സമയത്തുള്ള വില കൊണ്ടല്ലാതെ. എന്നാൽ ഒരാൾ കടം വീട്ടുന്ന സമയത്ത് ഏറെ നൽകുന്നുവെങ്കിൽ അത് നല്ല നിലക്ക് കടം വീട്ടുക, പ്രത്യുപകാരം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് എന്നാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ നൽകിയതായ ഫത്വ. ഇവിടെ ഈ ഒരു ഫത്വ ഞാൻ എടുത്തു ഉദ്ധരിച്ചത്, ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കലുണ്ട്, ഇങ്ങനെ ഈ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് റേറ്റ് കൂടുകയും അതേപോലെ തന്നെ പിന്നെ റേറ്റ് കുറയുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായ മസ്അലയിൽ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ സൂക്ഷ്മമായിട്ടുള്ളതായ ഫത്വ, എത്രയാണോ കൊടുത്തത് അത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ മൂല്യം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ, മൂല്യം കൂടിയിട്ടുണ്ട് എങ്കിൽ കടം കൊണ്ടവൻ നല്ല നിലക്ക് കടം വീട്ടുക എന്ന അർത്ഥത്തിൽ എന്തെങ്കിലും ഏറെ കൊടുക്കുകയാണെങ്കിൽ, ഇയാൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണെങ്കിൽ അത് ആകാവുന്നതാണ്. കാരണം നല്ല നിലയിൽ കടം വീട്ടുക എന്നുള്ളത് അത് ശറഈന്റെ തേട്ടമാണ് എന്നുള്ളതിനാലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ക്ലാസ്സിൽ ഇവിടെ ചില ചോദ്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം എന്നുണർത്തിയിരുന്നു. അതിൽപ്പെട്ട മസ്അല ബോധ്യപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് ഉണർത്തുന്നത്. ഒരു ചോദ്യം ബാങ്കിന് വാടകയ്ക്ക് ബിൽഡിംഗ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മൾ കേൾക്കുകയുണ്ടായി. മജ്മ അൽ ഫിഖ്ഹിൽ ഇസ്ലാമിയയുടെ തീരുമാനത്തിൽ അത് പാടുള്ളതല്ല എന്നുള്ളത്. കാരണം അത് പാപത്തിലും അതേപോലെ തന്നെ കുറ്റകൃത്യത്തിലുമുള്ള സഹകരണമാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞത് വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തുപോയതിനെ സംബന്ധിച്ചിടത്തോളം ആ ഇടപാട് എളുപ്പം അയാൾ അതിൽ നിന്ന് തൻ്റെ തടി സലാമത്താക്കുക എന്നുള്ളതാണ്. ആ ഇടപാട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ കഠിനമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു കാലത്തേക്ക് അതിന് എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എഗ്രിമെൻ്റ്
പിൻവലിക്കാൻ കഴിയും വഴി ശ്രമിക്കുക. ഒരാൾ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുംപടി നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു മനുഷ്യനോടും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കഴിവിൻപടി അയാൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്, അതിൽ നിന്ന് തൻ്റെ സ്ഥാപനത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. വാടകയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചതിൽ മനസ്സിലാക്കിയ അഭിപ്രായങ്ങളിൽ ഏറ്റവും ഒരു ശരിയോടടുത്ത് ചില പണ്ഡിതന്മാർ ഉണർത്തിയതനുസരിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്ഥാപനത്തിൻ്റെ വാടക അത് അതിനോട് തൊട്ടുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ വാടകയോട് ഒത്തതാണ് എങ്കിൽ ആ ഒത്ത ഭാഗം അയാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതേസമയം ബാങ്കിനാണ് കൊടുത്തത്, ബാങ്കുകാർ തനിക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കാശ് വാടകയായി തന്നിട്ടാണ് അത് ഉടമപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ തൊട്ടടുത്തുള്ള ഇതര സ്ഥാപനങ്ങളുടെ തുക, അതിനപ്പുറമുള്ള തുക അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം അത് ആ ബാങ്കിന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ താല്പര്യത്തിലും അമിതോക്തിയിലും നൽകിയതാണല്ലോ. അതുകൊണ്ട് തന്നെ അത് അയാൾ സ്വീകരിക്കാതെ അത് അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും പൊതു സ്ഥാപനങ്ങൾക്കോ പൊതു മസ്ലഹത്തിനോ അത് വിനിയോഗിക്കലാണ് ഏറ്റവും സൂക്ഷ്മത എന്നാണ് അതിൽ ചില പണ്ഡിതന്മാർ ഉണർത്തിയത്. അല്ലാഹു അലം. മറ്റൊരു ചോദ്യം, ഈ പലിശ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ കാശ് കട്ട് ചെയ്യും, നമ്മളുടെ കാശ്. അപ്പോൾ പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, ആ ഇനത്തിൽ പലിശ വരും ചെയ്യും. നമുക്കല്ല, അസ്തഗ്ഫിറുല്ലാഹ്, നമ്മളെ കാക്കട്ടെ, ആളുകൾക്ക് പലിശ വരും ചെയ്യും. അപ്പോൾ പലിശ വരുന്നത് കൊണ്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് അടക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം, അല്ലേ? ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്, ഇപ്പോൾ ഈ പലിശ സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ സർവീസ് ചാർജ് ഈടാക്കും, അതാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പലിശ വരും. അപ്പോൾ ഈ കട്ട് ചെയ്തത് പലിശ കൊണ്ട് അടക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, അതിലേക്ക് വകവെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പലിശയായിട്ട് ഇടപെടാൻ പാടില്ല എന്നുള്ളത് നമ്മളോട് ദീന് വിലക്കിയ സംഗതിയാണ്, ദീന് കൽപ്പിച്ച സംഗതിയാണ്. പലിശയായിട്ട് ഇടപെടാൻ പാടില്ല എന്നുള്ളത് ദീന്റെ കൽപ്പനയാണ്. ആരാണ് പലിശയുമായി ഇടപെടുന്നത് അവർക്കാണ് ശാപം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലിശ എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ലാ യുസ്താനു ബി ഹറാമിൻ അലാ ഹലാൽ, ഹലാലിന് വേണ്ടിയിട്ട് ഹറാം കൊണ്ട് സഹായം എടുക്കാൻ പാടുള്ളതല്ല. അത് തത്വമാണ്, അതൊരു ഹദീസൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ പലിശ എടുത്തിട്ട് നമ്മളൊരു ഏർപ്പാട് ചെയ്യുകയാണ് എങ്കിൽ പലിശ കൊണ്ട് ഇടപാട് ചെയ്യുന്നവരായി നമ്മൾ, അതിന് കട്ടോണ്ട് കട്ട കൊടുക്കുകയാണെങ്കിലും നമ്മളത് ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് നമ്മൾ പലിശയായിട്ട് സഹകരിക്കാൻ പാടില്ല. കാരണം പലിശയുമായിട്ട് ഇടപാട് നടത്തുന്നവരുടെ മേലാണ് ശാപം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് അതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. നമ്മളിൽ നിന്ന് പലിശ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തവനക്ക് അതിൻ്റെ കുറ്റം ഉണ്ടായിരിക്കും. പിന്നീടൊരു ചോദ്യം, ഈ നമ്മൾ 1 ലക്ഷം കടം സ്വീകരിച്ചാൽ 1 ലക്ഷം കടമായിട്ട് എഴുതും, നമ്മൾ 1 ലക്ഷം തിരിച്ചടക്കുകയും വേണം. പക്ഷെ നമ്മൾ ബാങ്കിൽ നിന്ന് കാശ് പറ്റുമ്പോൾ 90,000 റിയാലേ ഉണ്ടാവുള്ളൂ, അതിൽ 90,000 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. അതാണ് ഒറിജിനൽ പലിശ. ആ രീതിയാണ് എങ്കിൽ, പറയപ്പെട്ടതാണ് രീതിയെങ്കിൽ അത് പലിശയാണ്. അത് ആ നിലക്ക് കടം സ്വീകരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്
പിന്നെ ഈ സോഫ്റ്റ്വെയർ കമ്പനിക്കാരവർ പിന്നെ ഇത് ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ വക നൽകുന്നതാണ് അതിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എനിക്കതിനെക്കുറിച്ച് പിന്നെ ചോദിച്ചപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞത് പിന്നെ അതല്ലാത്തത് എന്തായിരിക്കില്ല, ഒരിക്കലും ഒറിജിനൽ ആയിരിക്കില്ല, അത് ഒരിക്കലും ഒറിജിനൽ ആയിരിക്കില്ല, അത് ഒട്ടും ഉപയോഗയുക്തവുമായിരിക്കില്ല. പിന്നെ ദഅമായുരീബുക്ക് ഇലാമാലായുരീബുക്ക്, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും സംശയാസ്പദമായിട്ടുള്ളതായ എന്തൊരിടപാടുകളും നമ്മളത് ഒഴിവാക്കുകയും ഉറപ്പുള്ളത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ പിന്നെ ദീനിന് ഏറ്റവും അഭികാമ്യം. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. ബൈനഹുമ ഉമൂറുൻ മുഷ്തബിഹാത്ത്, അവക്കിടയിൽ ചില സംശയാസ്പദമായ കാര്യങ്ങളുണ്ട്. അത് ഒരാൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നെ അയാളുടെ അഭിമാനവും അയാളുടെ ദീനും ഒക്കെ സംരക്ഷിക്കുവാൻ കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് സംശയാസ്പദമായിട്ടുള്ളതായ ഇത്തരം പിന്നെ വിഷയങ്ങൾ ഇതിനെ നമ്മൾ സൂക്ഷിക്കുകയും അതിൽ നമ്മളെ ആദർശത്തെയും അഭിമാനങ്ങളെയൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയുമാണ് പിന്നെ വേണ്ടത്. ആ കഴിഞ്ഞ ആഴ്ചയിലെ വിഷയങ്ങളിൽ എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വിഷയങ്ങളാണ് ഞാനിവിടെ എഴുതി വച്ചതിലുള്ളത്. പിന്നെ അല്ലാഹു തആല ആലം. ഇനി ഇപ്പോൾ ഇവിടെ പിന്നെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സഹോദരന്മാരോട് ആദ്യം ഉണർത്താനുള്ളത്, നമ്മൾ പിന്നെ ഇത്തരം മസാലകൾ ചോദിക്കപ്പെടുമ്പോൾ പിന്നെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട, പലിശയുമായി ബന്ധപ്പെട്ടതായ പിന്നെ ഖവായിദുകളും തത്വങ്ങളും അതേപോലെ തന്നെ പിന്നെ പ്രമാണവചനങ്ങളുമാണ് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ തത്ബീഖ്, പ്രായോഗികത, അത് പിന്നെ ആധുനിക യുഗത്തിൽ പല രീതിയിലും പല ചേലിലുമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളെക്കുറിച്ചൊരു പൂർണ്ണമായ തസവ്വുറും അതേപോലെ തന്നെ അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ ഉപാധികൾ, നിബന്ധനകൾ, പിന്നെ അതിൻ്റെ പിന്നെ രീതികൾ അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ എന്താണ് മതവിധി എന്ന് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് പലതും ഇങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചന്വേഷിച്ചതിന് ശേഷം പറയാമെന്ന് പറയുന്നത്. കാരണം അത് പിന്നെ ഇപ്പം ഞങ്ങൾ ഫിഖ് പഠിച്ചപ്പോൾ ഇന്നിപ്പോൾ ഈ ഭൂമിക്കുപരിയിൽ ഏറ്റവും പ്രഗത്ഭരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് പിന്നെ ഞങ്ങളുടെ അധ്യാപകർ, അൽഹംദുലില്ലാ. പക്ഷേ ഞങ്ങൾ അവരിൽ നിന്ന് പഠിച്ചതൊക്കെ എന്താണ്? ഈ വിഷയത്തിലുള്ളതായ ഖായിദകളാണ്, അടിസ്ഥാന തത്വങ്ങളാണ്, പിന്നെ പ്രമാണവചനങ്ങളും ആണ്. പക്ഷേ പിന്നെ ഈ ഖവായിദകളെയും അതേപോലെ ഖവായിദിനെയും അതേപോലെ തന്നെ ഈ പ്രമാണവചനങ്ങളെയും നമ്മൾ പിന്നെ തട്ടിച്ചു നോക്കിയിട്ട് അതിന് വിധി പറയേണ്ടതായ ഇടപാടുകളുടെ രൂപങ്ങൾ, അതേപോലെ തന്നെ ക്രയവിക്രയങ്ങളുടെ രൂപങ്ങൾ അത് വ്യത്യസ്തങ്ങളാണ്. പ്രത്യേകിച്ച് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള അതേപോലെ ആധുനിക കച്ചവട രീതികളുമായി ബന്ധപ്പെട്ടൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ അത് എന്ത് എന്നുള്ളത് കൃത്യമായും വിശദമായും അറിയാതെ മതവിധികൾ അവയിലേക്ക് ചേർത്തുക എന്നുള്ളത് ഏറെ പ്രയാസമാണ്. അതുകൊണ്ട് ആ രൂപങ്ങളെക്കുറിച്ച് പൂർണ്ണമായൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെയാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണർത്താൻ പറ്റുക. അതുകൊണ്ട് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കൃത്യമായി രൂപം മനസ്സിൽ വന്നതും നിബന്ധനകൾ അറിഞ്ഞതുമായ വിഷയങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളതായ ഹുക്കുമ് പണ്ഡിതന്മാർ പറഞ്ഞത് മനസ്സിലാക്കിയത് ഉണർത്താം. അതില്ല എങ്കിൽ അറിയില്ല, അടുത്ത ആഴ്ച നോക്കിയിട്ട് പറയാം എന്നേ പറയുള്ളൂ. വജസാക്കുമുല്ലാഹു ഖൈറൻ. ഷേഖ്, എനിക്ക് രണ്ട് ചോദ്യമാണ്. ഒന്നും ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാൾ ചോദിച്ചത്, അയാള് വളരെ പ്രയാസത്തിലാണ്, കച്ചവടത്തിൽ കുറച്ച് പിന്നെ പ്രശ്നമുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വീട്ടിൽ എന്തോ ഒരു ടൈലറിങ് നടത്തിയിട്ട് മൂപ്പറ, അപ്പൊ അത് ഒരു കുറച്ച് വലുതാക്കണം, പിന്നെ ഒരു റൂം വാടക എടുക്കണം, കുറച്ച് ഫൈനാൻഷ്യൽ ഹെൽപ്പ് വേണം അയാൾക്ക്. അപ്പോ അയാൾക്ക് ഒരു ബാങ്ക് ഓഫർ ചെയ്തത് പിന്നെ ചെറിയ പെർസെന്റിലെ ഒരു ലോണാണ്. എന്നിട്ട് അത് ഇത്ര മാസം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സബ്സിഡി കൊടുക്കും. അതോടുകൂടി ആ സബ്സിഡി അവർ കൊടുത്താൽ അത് അയാൾ എടുത്ത പൈസ മാത്രമേ തിരിച്ചു കൊടുക്കാം, അതിൽ ആ കണക്ക് പ്രകാരം അയാൾ തിരിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നാൽ അത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പിന്നെ വളരെ പ്രശ്നയിലാണ്, വീടില്ല, പിന്നെ വേറെ വഴിയില്ല, വീടില്ലാതെ ആറാറ് വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നതാണ്.
അപ്പോ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ കച്ചവടമൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോ ഇത് എടുക്കാതെ വേറെ വഴിയില്ല എന്ന ഒരു സ്ഥിതിക്ക് അങ്ങനെ ഒരു ഇതില് പിന്നെ ആഡംബര ജീവിതത്തിന് വേണ്ടിയല്ല, ഒരു വീടുണ്ടാക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ എന്തെങ്കിലും അതിനുള്ള അനുവദനമുണ്ടോ ലോണിന് എന്നാണ് ചോദ്യം. ലോൺ എടുക്കാൻ. അസ്സലാമു അലൈക്കും. അതായത് സഹോദരന്റെ ചോദ്യം, ഒരാൾക്ക് ഒരു കച്ചവട സ്ഥാപനം വിപുലീകരിക്കണം, മറ്റൊരു റൂം കൂടി വാടകയ്ക്ക് എടുത്തിട്ട് അതിനെ വളർത്തണം. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ലോൺ എടുക്കണം. ബാങ്ക് ലോൺ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ലോണ് പലിശയിൽ അധിഷ്ഠിതമാണ്, കുറച്ചാണെങ്കിലും പലിശ ഉള്ള ലോണാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ സബ്സിഡിയിലൂടെ ഈ ലോണിൻ്റെ പിന്നെ പലിശ ഇല്ലാത്ത വിധം അത് അടക്കാൻ പറ്റും. കാരണം എന്താ, പിന്നെ സബ്സിഡി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാശ് കുറയും. അപ്പം അദ്ദേഹം ലോൺ എത്രയാണോ എടുത്ത് ആ കാശ് അടച്ചാൽ മതിയാവും. അപ്പോൾ അതിനോട് സഹകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് പിന്നെ പലിശ ഇടപാട് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു നിസ്സാര ഇടപാടല്ല. പലിശ കുറച്ചാണെങ്കിലും അയാൾ പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇടപാട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പലിശ ഇടപാട് നടത്തുന്നവരെ കുറിച്ച് പറഞ്ഞപ്പെട്ടതായ ശാപം അത് അയാൾ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, അയാൾ പലിശ ഇടപാടിൽ ഇടപെട്ട് ഈ സബ്സിഡി വരുന്നതുവരെ അയാൾ ജീവിച്ചിരിക്കും എന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? സബ്സിഡിക്ക് മുന്നോടിയായിട്ട് അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ പലിശ ഇടപാടുകാരനായിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പലിശ ഇല്ലാത്ത വിധം ലോണെടുത്ത് തൻ്റെ സ്ഥാപനത്തെ നിലനിർത്തുവാൻ, അല്ലെങ്കിൽ അതില്ലാതെ സ്ഥാപനത്തെ നിർത്തിക്കൊണ്ടുള്ള വകുപ്പുണ്ടെങ്കിൽ അയാൾ അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരാൾ സൂക്ഷ്മാലുവായിട്ട് പടച്ചവൻ ഹലാലാക്കിയതിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ ഖൈർ ചൊരിയും, അത് ബിലാശക്ക്. രണ്ടാമത്തെ ചോദ്യം, തീർത്തും നിർബന്ധിതാവസ്ഥയിലാണ് ഒരു ആൾക്ക് പിന്നെ താമസിക്കുവാനും കയറി കിടക്കാനും ഒരു വീടില്ലാതെ അന്യാശ്രയക്കാരനായ ഒരു നിർബന്ധാവസ്ഥയിലാണ് എങ്കിൽ പലിശയിലൂടെ പിന്നെ ലോണെടുത്ത് പലിശയുള്ള ലോൺ എടുത്തിട്ട് അയാൾക്ക് വീടുണ്ടാക്കാമോ എന്നുള്ളതാണ് ചോദ്യത്തിൽ. പറയപ്പെട്ടതുപോലെയാണ് ഒരാളുടെ അവസ്ഥയെങ്കിൽ അയാൾക്ക് പലിശ ഇല്ലാതെ കടം സ്വീകരിച്ച് പിന്നെ ഒരു വീടുണ്ടാക്കാനുള്ളൊരു ഗതി അയാളുടെ മുന്നിൽ കുട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അയാൾ അങ്ങനത്തെ ഒരു നിർബന്ധിതാവസ്ഥയിലാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പരിശുദ്ധ ദീനിൽ അദ്ദറൂറ തുബീഹുൽ മഹ്ദൂറാത്ത്, നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങൾ അനുവദിക്കും. അപ്പോൾ ആ പിന്നെ തൻ്റെ നിർബന്ധിതാവസ്ഥയിൽ അയാൾക്ക് അങ്ങനത്തെ ഒരു ഇടപാട് ആകാവുന്നതാണ്. കാരണം അയാൾക്ക് പിന്നെ വീട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു അനിവാര്യതയാണ്. അതില്ല എങ്കിൽ അയാളൊരു അന്യാശ്രയക്കാരനാണ്. മറ്റൊരു വഴി അയാൾ കാണുന്നില്ല ഒരു വീടുണ്ടാക്കാനെങ്കിൽ അത്തരമൊരു സാഹചര്യമുള്ള ഒരവസ്ഥയിൽ പിന്നെ അങ്ങനത്തെ ഒരു ലോണ് അനുവദനീയമാണ്. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധത്തെ അനുവദിക്കും. പക്ഷേ നിർബന്ധ സാഹചര്യം അത് കണക്കാക്കപ്പെടേണ്ടതുണ്ട്. ഒരാൾക്ക് ഒരു ഗംഭീരമായ വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ അയാളുടെ ആവശ്യത്തിനപ്പുറം പിന്നെ അനാവശ്യങ്ങളിലേക്ക് നീളുന്ന രീതിയിലുള്ളതായ ഒരു വിഷയമാണ് എങ്കിൽ അവിടെ അനുവദനീയമില്ല. നിർബന്ധം എത്രയാണോ അത് കണക്കാക്കപ്പെടേണ്ടതുണ്ട്. അദ്ദറൂറത്തു തുഖദ്ദറു ബിഖദരിഹ, എന്നിട്ട് ആ ഖദറിനനുസരിച്ച് തോതിനനുസരിച്ചുള്ള പിന്നെ പൈസ അയാളെ സംബന്ധിച്ചിടത്തോളം എടുക്കൽ അനുവദനീയമാണ്. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നതായ വിധി. അല്ലാഹു തആല ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, എനിക്ക് രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളൊരു അറിയുന്ന ഒരു കുടുംബത്തിലുള്ള ഒരാള് കുറെ വർഷം ഗവൺമെന്റ് ജോബിലായിരുന്നു. എന്ന് പറഞ്ഞാൽ സീമൻ കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്ക് വർഷങ്ങളോളം കപ്പലിൽ ജോലി ചെയ്തിട്ട് അവരെ ശമ്പളത്തിൽ നിന്ന് ഒരു ഫണ്ട് എല്ലാ മാസം കട്ട് ചെയ്തിട്ട് അത് ബാങ്കിലേക്ക് പോകുന്നുണ്ട്. അത് ഗവൺമെന്റ് അവരുടെ കമ്പനി തന്നെ ചെയ്യുന്നതാണ്. അവസാനം റിട്ടയർഡ് ആയ സമയത്ത് അയാൾക്ക് ആ സംഖ്യ കിട്ടുന്നതിന്റെ ഒന്നിച്ച് ഒരുപാട് അതിൽ പലിശയും ഒന്നായിട്ട് ഒരു വലിയ സംഖ്യ കിട്ടി. അപ്പൊ ഇയാളെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ വരും. അപ്പൊ അത് അയാള് ഇപ്പൊ ഒരു വിഷമത്തിലാണ്. അതെങ്ങനെ സ്വീകരിക്കണോ എന്താണെന്നുള്ളത് ഒന്നതാണ്. പിന്നെ രണ്ടാമത്, നേരത്തെ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ സാധാരണ നമ്മൾ ബാങ്ക് വഴിയായിട്ട് നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോ ഒക്കെ നമ്മൾ ബാങ്ക് ത്രൂ ആണ് അയക്കലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ പലിശ വന്നത് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച മദ്രസയിലേക്കോ മറ്റേ ഇങ്ങനെ ഹോസ്പിറ്റലിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നിട്ട്
അത് ഒന്നും കൂടി വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. ജസാഖല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. സഹോദരന്റെ ചോദ്യം, 2 ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, അതായത് ശമ്പളം പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഓരോ വർഷത്തെയും ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം എന്ത് ചെയ്യും, ഗവൺമെൻറ് പിടിച്ചു വെക്കും. എന്നിട്ട് അവർ റിട്ടയർഡ് ആകുന്ന സമയത്തായിരിക്കും അത് തിരിച്ചു കൊടുക്കും. ഒന്നായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ പിടിച്ചു തൻ്റെ ശമ്പളത്തിൻ്റെ വിഹിതവും അതിൻ്റെ പലിശയാണ് തിരിച്ചു കൊടുക്കുക. അത്തരം സന്ദർഭങ്ങളിൽ അയാൾക്കുള്ളത് അയാളുടെ ശമ്പളമാണ്. ഫലക്കും റൂസ് അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനമുണ്ട്. നിങ്ങൾ അന്യായം ചെയ്യാൻ പാടുള്ളതല്ല, നിങ്ങളോട് അന്യായവും പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശമ്പളത്തിൻ്റെ പിടിച്ചെടുത്ത വിഹിതം എത്രയാണ് അത് നമുക്കുള്ളതാണ്. എന്നാൽ അതിൽ ഏറെ വരുന്നത്, പലിശയായിട്ട് വരുന്നത് എന്തോ നമുക്കുള്ളതല്ല. അത് എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, അത്തരം കാശ് ഇത്തരം പൊതു നന്മകൾക്ക് വേണ്ടിയിട്ട്, പൊതു മസ്ലഹത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. അത് എന്തിനു വേണ്ടി, ഒരു ദാനം എന്നുള്ള നിലക്കല്ല, പിന്നെയോ ഒരു നിഷിദ്ധത്തിൽ നിന്ന് ഞാൻ എൻ്റെ തടി സലാമത്താക്കുകയാണ് എന്ന നിലക്ക് അതെന്തെങ്കിലും പൊതുകാര്യങ്ങൾക്ക് മറ്റോ ഉപയോഗിക്കുക. പിന്നെ ആ കാശ് അത് ഇയാൾ ആ നിലക്ക് എന്തെങ്കിലും ഉപയോഗിക്കുക. ആ കാശ് ഒരിക്കലും നമ്മൾ ഇസ്ലാമിനെ മുസ്ലിമീങ്ങൾക്ക് എതിരാകും വിധം മറ്റ് ഒരു മേഖലയിലേക്ക് പോകാൻ പാടുള്ളതല്ല. പലിശ ബാങ്കുകൾ അതിനാൽ ശക്തിപ്പെടാനും പാടില്ല എന്നതിനാലാണത്. പിന്നെ രണ്ടാമത്തെ വിഷയം പറഞ്ഞത്, ഇതേപോലെ പലിശ ഡെപ്പോസിറ്റിനൊക്കെ പലിശ വരുന്നത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതും അതിലും പറയാനുള്ളത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്നതായ കാശിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ബാങ്ക് അതിനാൽ ശക്തിപ്പെടാൻ പാടുള്ളതല്ല. അത് നമുക്കെതിരിൽ ഉപയോഗിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാനും പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പൊതു നന്മകൾക്ക് വേണ്ടി, പൊതു കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കുക. ഒന്നുകിൽ പല റോഡുണ്ടാക്കാൻ, അല്ലെങ്കിൽ പാലമുണ്ടാക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലത്തെ ഹോസ്പിറ്റൽ പോലുള്ളതായ പൊതു നന്മകളുള്ളതായ സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. UAE-യിൽ പ്രധാനപ്പെട്ട 2 ബാങ്കുകളാണ് ദുബായ് ഇസ്ലാമിക് ബാങ്കും അബുദാബി ഇസ്ലാമിക് ബാങ്കും. അവര് ആദ്യം തുടക്കത്തിലൊന്നും അങ്ങനെ ലോൺ കൊടുത്തിരുന്നില്ല. ഇപ്പോ ധാരാളം എത്ര ക്യാഷ് വേണമെങ്കിലും കിട്ടുന്ന ഒരു രീതിയിൽ ലോൺ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. 50,000 ദിർഹംസ്, 1,00,000 ദിർഹംസ് ഒന്നും ഇഷ്ടം പോലെ മറ്റുള്ള ബാങ്കുകൾ, പലിശ ബാങ്കുകൾ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ദുബായ് ഇസ്ലാമിക് ബാങ്ക്, അബുദാബി ഇസ്ലാമിക് ബാങ്ക് പ്രധാനപ്പെട്ട കൊടുക്കുന്നുണ്ട്. ലോൺ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ബാങ്കിൽ ആവുന്നത് പോലെ ഏകദേശം അത്രയും ആയില്ലെങ്കിലും കുറഞ്ഞ രീതിയിൽ അതുപോലെ തിരിച്ചടക്കേണ്ടിയും വരും. അധികം പൈസ അടക്കേണ്ടിയും വരുന്നുണ്ട്. ഇത് ഇസ്ലാമിക് ബാങ്കാണ്, പൂർണ്ണമായിട്ടും ഇസ്ലാമിക് ബാങ്കാണ്. അതില് എന്തെങ്കിലും അത് ഷെയർ മാർക്കറ്റില് ഷെയർ എടുത്ത് മാറ്റി വിൽക്കുകയും സ്ഥാപനങ്ങൾ വാങ്ങിച്ച് വിൽക്കുകയും അങ്ങനെയെല്ലാം അതിന്റെ മസാലകൾ പറയുന്നത്. എത്രത്തോളം അത് നമുക്ക് അനുവദനീയമാണ്, അതിന്റെ കൃത്യമായ കാര്യം അറിയാൻ കഴിയുമെന്ന് അത് ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. അതായത് ഇവിടെ സഹോദരന്റെ ചോദ്യം, ഇങ്ങനെ ഇസ്ലാമിക് ബാങ്കുകളിൽ ഇടുന്നതായ കാശിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നടക്കുന്നതായ ചില ഇടപാടുകളാണ്. ശർഈയായിട്ട് അനുവദനീയമായിട്ടുള്ള ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനിവിടെ പറയാം. ഈ ബൈഉൽ മുറാബഹ അല്ലെങ്കിൽ ബൈഉൽ മുദാറബ എന്നൊക്കെ പറയുന്ന ഒരു ഇടപാടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് കാശുണ്ട്, ആ കാശ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാങ്കിന് ഏൽപ്പിക്കണം. ബാങ്ക് പ്രസ്തുത കാശ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പങ്കാളി എന്ന നിലക്ക് ഇടപാട് നടത്തുകയാണ്. കുറേ ആളുകളിൽ നിന്ന് ബാങ്ക് കാശ് സ്വീകരിക്കുകയും അങ്ങനെ ബാങ്ക് എന്ത് ചെയ്യും, അതിൽ ഇടപാട് നടത്തുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ചില ബാങ്കുകൾ ആരാണോ അവരിൽ കാശ് നിക്ഷേപിച്ചത് ആ നിക്ഷേപകരുടെ കാശ് അതുകൊണ്ട് ഇപ്പോൾ കാരക്ക സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഇടപാട് നടത്തും. അതില്ല എങ്കിൽ ഇന്ത്യയിൽ നിന്ന് മറ്റു കരി ഇറക്കുമതി ചെയ്ത് ഇടപാട് നടത്തും. ഇങ്ങനെ ഇടപാട് നടത്തുകയും ഓരോ കാശിറക്കിയ ആളുകൾക്കും മാസത്തിൽ ഒരു ലാഭവിഹിതം, അവരിടപാട് നടത്തിയിട്ടുള്ള ലാഭവിഹിതം അത് ഒരേപോലെ ആവില്ല. ചിലപ്പം കൂടിയിരിക്കും, ചില മാസങ്ങളിൽ കുറച്ചായിരിക്കും. ഇങ്ങനെ ഓരോ മാസവും കൃത്യമായിട്ട് അതിൻ്റെ ലാഭം അവരിറക്കിയ കാശിൻ്റെ ലാഭം അവരുടെ അക്കൗണ്ടിൽ വരികയും ചെയ്യും. അത് കാണാൻ പറ്റും. ഇന്ന രീതിയിൽ ഇടപാട്, അതിൽ ഇത്ര ലാഭം അങ്ങനെ.
അതിനാണ് മുദാറബ എന്ന് പറയുക, അല്ലെങ്കിൽ മുറാബഹ എന്ന് പറയാം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ. ആ ഒരു രീതിയാണ് എങ്കിൽ അത് അനുവദനീയമാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു ഇടപാടാണ് ഈ ദുബായ് ഇസ്ലാമിക് ബാങ്കിലായാലും അബുദാബി ഇസ്ലാമിക് ബാങ്കിലായാലും ആ ഇടപാടുകളുള്ളത് എങ്കിൽ അള്ളാഹു ആല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇത് ഈ രീതിയിലാണെങ്കിൽ അത് അനുവദനീയമാണ്. ചോദിച്ചത് ലോൺ എടുക്കുന്ന കാര്യമാണ് ചോദിച്ചത്. ശരിയാ, ലോണിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ലോൺ എടുക്കുമ്പോ ഒരു 50,000 ദിർഹംസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നത് 60,000 65,000 ദിർഹംസ് ഇത്ര 2 കൊല്ലം കൊണ്ട് അടച്ച് തീർക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. മറ്റുള്ള ബാങ്കിൽ ചിലപ്പം 50 എടുത്ത് 65 എന്നുള്ളത് മറ്റുള്ള ബാങ്കിൽ അത് 70 കൊല്ലം ആയിരിക്കും. കുറച്ച് കുറവുണ്ട് എന്നുള്ള വ്യത്യാസമാണ് വരുന്നത്. എങ്ങനെയാണെന്നുള്ള അത് സഹോദരന്റെ ചോദ്യം അത് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാനത് എനിക്ക് ഇതിന്റെ ചിത്രം വേറെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അങ്ങനെയാണെങ്കിൽ ലോൺ എടുത്തിട്ട് നമ്മൾ അടക്കുമ്പോൾ അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും പലിശയാണ്. ഇസ്ലാമിക് ബാങ്കാണ് എങ്കിൽ അതിൽ സ്വീകരിച്ചതിനേക്കാൾ ഒട്ടും കൂടാൻ പാടുള്ളതല്ല. അത് കൂടിയിട്ടുണ്ടെങ്കിൽ പലിശ വന്ന്. അപ്പോൾ ഇസ്ലാമിക് ബാങ്കാണെന്ന് വിചാരിച്ചിട്ട് പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകൾ കൂടുതൽ വാങ്ങുന്നുണ്ട്, ഞങ്ങൾ കുറച്ചേ വാങ്ങണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇസ്ലാമിക ബാങ്ക് ആവില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് ഇടപാടിൽ പലിശ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാനുള്ളത്. അത്തരം ഇടപാടുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പലിശയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് ഏത് അതായത് നമ്മുടെ കയ്യിലില്ലാത്തൊരു സാധനം കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ സാധാരണ നടക്കാറുള്ളത് ഒരു കമ്പനിയിൽ ഒരു ഷോറൂമില് പല മോഡലുകളുടെ സാധനത്തിന്റെ ബ്രോഷർ ഉണ്ടാവും. അതിൽ നമ്മള് സ്റ്റോക്ക് ചിലപ്പോൾ ചില മോഡലുകൾ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അത് സ്റ്റോക്ക് ഇല്ലാത്ത സാധനത്തിന് ഓർഡർ ചെയ്താൽ അതിന്റെ അഡ്വാൻസ് വാങ്ങിയിട്ട് 2-3 ദിവസം കൊണ്ട് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ളത് വലിയ വലിയ കമ്പനികൾ തന്നെ ചിലപ്പോ ഇവിടെ സൗദിയിൽ ഇല്ലാത്ത സാധനങ്ങൾ പുറത്തുനിന്ന് എത്തിച്ചു കൊടുക്കും അഡ്വാൻസ് വാങ്ങിയിട്ട്. ഇതൊക്കെ ഈ ഹദീസിന്റെ പരിധിയിൽ വരുമോ അതോ അത് ഹലാലാവുമോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഇവിടെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ തബിഅ മാ ലൈസ ഇൻദക, നിന്റെ കയ്യിലില്ലാത്തത് നീ വിൽപ്പന നടത്തരുത് എന്നുള്ളത്. അവിടെ അപ്പം നമ്മളുടെ കയ്യിലില്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതിൽ വിൽപ്പന നടത്താൻ പാടുള്ളതല്ല. അവിടെ നമ്മുടെ കൈ എന്നുള്ളതൊരു പ്രയോഗമാണ്. നമ്മൾ ഉത്തരവാദിത്തം ഏൽക്കുകയും എന്നിട്ട് ഇന്ന സമയം ഇന്ന ദിവസം എത്തിക്കാം എന്നുള്ള ഉറപ്പിൽ ഇടപാട് നടത്തിയിട്ട് സാധനം എത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിബന്ധന പ്രകാരം അപ്പോഴാണ് എന്ത് ചെയ്യണത്, എത്തിച്ചിട്ടുണ്ടെങ്കിലാണ് ഇടപാട് പൂർണ്ണമാണത്. ആ രീതിയിലാകുമ്പോൾ അത് ഈ ഹദീസിനെതിരാവാത്ത ഇടപാടാണ്. അങ്ങനെയുള്ള ഇടപാടുകളെ പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് ഹദീസിന് എതിരാവണില്ല. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സാധനം എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. അതിൽ നിഷിദ്ധമാകുന്ന ഒരു വശം വരണില്ല. അതെ അതെ. അത് ഒരു ഉത്തരവാദിത്തത്തിൽ ഏൽക്കുകയാണല്ലോ ചെയ്യുന്നത്, പിന്നീട് അവരെത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു അല അതാണ് അതിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഉളിയത്ത് നാട്ടിൽ ഇറക്കുമ്പോൾ അത് നമ്മുടെ പാവപ്പെട്ട സ്ഥലത്തേക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ്. ഇപ്പൊ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പല പ്രശ്നങ്ങളുള്ള മുസ്ലിങ്ങൾ പട്ടിണി എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാ ഒന്നിച്ച്. അത് അറുത്തിട്ട് മാംസം കൊടുക്കണോ അതല്ല കാശായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ നാട്ടിലേക്ക് ഉളിയത്തിന് വിളിച്ചപ്പോ നമ്മളെ കൂടെ ഉള്ളവർ പറഞ്ഞ് നമുക്ക് അവിടെ അല്ലെങ്കിൽ വയനാട്ടിലേതോ സ്ഥലത്തുണ്ട് ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പറ്റിയതാണ്, കൊടുക്കാൻ പറ്റുമല്ലേ എന്നുള്ളതൊന്ന് പറഞ്ഞു നന്നായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. സഹോദരന്റെ ചോദ്യം ഉദ്ഹിയ്യത്ത് മുസ്ലിമീങ്ങൾ സാധുക്കളുള്ള പാവങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് കൊടുത്തയച്ചിട്ട് അവിടെ നൽകാമോ എന്നുള്ളതാണ്.
ഉദുഹിയ്യത്തൊക്കെ പൊതു സദഖകളിലാണ് എണ്ണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഉദുഹിയ്യത്ത് പിന്നെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ നൽകുന്നത് അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നാട്ടിൽ കൊടുത്തയച്ച് നാട്ടിൽ നിന്ന് അറുത്ത് സാധുക്കൾക്ക് കൊടുത്തയച്ചാൽ അല്ലെങ്കിൽ ഇവിടെ അറുത്ത് സാധുക്കളുടെ അടുത്തേക്ക് അയച്ചാൽ അത് അനുവദനീയമാണ്. ഇനി സാധുക്കളുടെ സ്ഥലത്തേക്ക് അതിന്റെ കാശ് അയച്ചിട്ട് നമ്മൾ വിശ്വസ്തമായ ഒരു കേന്ദ്രത്തെ നമ്മുടെ ഉദുഹിയ്യത്ത് അറക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അനുവദനീയമാണ്. ഇതിലൊക്കെ വക്കാലത്ത് അനുവദനീയമാണ്. ഈ മസലകളാണ് ഉദുഹിയ്യത്ത് പോലുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഏൽപ്പിക്കുന്നവർ വിശ്വസ്തമായിട്ട് അത് നിർവഹിക്കുന്നുണ്ടോ എങ്കിൽ ഏൽപ്പിക്കാവുന്നതാണ്. അതാണ് ഇതിൽ പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അലം. വജസാക്കുമുല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.